ഹലോ ഗൈസ്, ഞാനേ കുറച്ച് അൽപ്പുലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അൽപ്പുലത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ നാളായി ഞാൻ തേങ്ങ ചെല്ലാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ രണ്ട് ചിരവയുണ്ട്, കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു ചിരവയുണ്ട്. ഇത് എവിടെ ചെന്നാലും ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വേളാങ്കണ്ണി പോയപ്പോൾ ഈ ഒരു സാധനം കണ്ടു കേട്ടോ. കൈച്ചിരവയാണ്, കൈ കൊണ്ട് ചിരവൊന്നും അതും പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തേങ്ങ പൂളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടാണ് എത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സംഭവം വാങ്ങിച്ചു. ഇതിങ്ങനെ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സോറി കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതാം. കൈ ചിലവൊന്നുമില്ല. പണി പാളിന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ചെല്ലാം. അപ്പോൾ ഇത് പാത്രം പ്ലേറ്റ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട്. വിലവെട്ടി ചിരണ്ടാട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ചട്ടി വാങ്ങിച്ചിട്ടോ. കുഞ്ഞു ചട്ടിയാണ്, ചെറിയ ചട്ടിയാണ്. അപ്പോൾ ഈ ചട്ടികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ ഉള്ളതിൽ പറ്റിച്ചെടുക്കാനും, അല്ലെങ്കിൽ ഞാനിത് പച്ചക്കറി എന്തെങ്കിലും വെക്കാനായിട്ടും എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. ചെറുതായിട്ട് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേറൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 മോരുകറി മാത്രം അതിലുണ്ടാക്കിയുള്ളൂ കേട്ടോ. 3 മോരുകറി ഉണ്ടാക്കി. അപ്പോൾ അത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. 3 മോരുകറി ഉണ്ടാക്കി തേച്ച് കഴുകി വെച്ചു. പിന്നെ ഞാൻ ചട്ടി എടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും അതിൻ്റെ അടിവശം അങ്ങനെ തന്നെ വിട്ടുപോയിട്ടാ. അപ്പോൾ ആ ചട്ടി പോയി. 450 രൂപ മുതലാണ് പോയി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ച് വെക്കണം. നിറച്ച് വെക്കണ്ട, വെള്ളം തിളപ്പിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെയിലത്ത് വെക്കണം. പിന്നെ ആ വെളിച്ചെണ്ണ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും വെളിച്ചെണ്ണ പറ്റണം, പിന്നെയും വെയിലത്ത് വെക്കണം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം വെളിച്ചെണ്ണ പറ്റി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതങ്ങനെ ചെയ്യണം. അത് നാളെ ചെയ്യട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. മമ്മട്ടിയാണേ. എനിക്ക് ചെറുതായിട്ട് പച്ചക്കറി നടാനും മണ്ണൊക്കെ കിളക്കാനായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് എവിടെയെങ്കിലൊക്കെ മമ്മട്ടി വെച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ മമ്മട്ടി വാങ്ങിച്ചു കേട്ടോ. മമ്മട്ടി എന്ന് പറഞ്ഞാൽ 2 സൈഡുണ്ട് കേട്ടോ. നമുക്ക് 2 സൈഡും ഈ വശം കൊണ്ട് മണ്ണ് കൊത്തി ഇളക്കാനും, പിന്നെ ഈ വശം കൊണ്ട് മണ്ണ് കൊത്തി ഇളക്കാം. പിന്നെ ഈ വശം കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പം അങ്ങനെ 3 ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഐറ്റം വാങ്ങിച്ചു. ചട്ടി വാങ്ങിച്ചു, പിന്നെ ചിരവ വാങ്ങിച്ചു, ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.